റമദാൻ കാലത്ത് നമുക്കറിയാം ഈ തടിയൊക്കെ കുറയ്ക്കണം എന്നൊക്കെ കുറേ ആളുകൾ വിചാരിക്കുമ്പോൾ അതിനുള്ളൊരു സമയം കൂടിയാണ്. ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ തടി കുറയ്ക്കണോ എന്നൊക്കെ നോക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ഡയറ്റൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തടി കുറയ്ക്കാനൊക്കെ പറ്റുന്നത്? അതിന് കൂടെ ഉപയോഗപ്പെടുന്ന ഒരു മാസമാണോ അത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ പറഞ്ഞത്. ഓവർ വെയ്റ്റ് ആണ് സത്യത്തിൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. നോക്കൂ, ഈ വെയ്റ്റ് മനുഷ്യന് കൂടി കഴിഞ്ഞാൽ നമ്മളത് പറയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അത് വയറിലാണ് അധികം സ്റ്റോർ ചെയ്യുക. അപ്പോൾ വയറിൻ്റെ ഉള്ളിൽ വിസറൽ ഫാറ്റ് എന്ന് പറയും. എല്ലാ അവയവത്തിലും അത് ഈ നെയ്യ് കൊഴുപ്പ് രൂപത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇത് കെട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അത് ലിവറിൽ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയും. അത് കിഡ്നിയിലും അത് ഹൃദയത്തിൻ്റെ കോശങ്ങൾ രക്തക്കൊഴലുകളിലൊക്കെ അകത്ത് കെട്ടിക്കിടക്കും. ഇങ്ങനെ ഓവറായിട്ട് കെട്ടിക്കിടക്കുന്ന ഫാറ്റ് ഉരുകിപ്പോവാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ദഹിപ്പിച്ച് കളയാൻ ഏറ്റവും സ്യൂട്ടബിളാണ് ഇത്രയും സമയം ഫുഡ് കഴിക്കാതെ. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് നമ്മുടെ എനർജി കൊണ്ടുവരും. എന്നുവെച്ചാൽ ഭക്ഷണം വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഭക്ഷണം നോമ്പ് തുറന്നതിന് ശേഷം ഇതെല്ലാം കൂടെ കഴിച്ചാൽ ഒരു കാര്യമില്ല ഇതിട്ടോ, അത് വേറെ കാര്യം. പക്ഷേ വെയിറ്റ് കുറക്കാൻ ഒരാൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം അയാൾ മാനസികമായിട്ട് ഡിസൈഡ് ചെയ്യണം. നോക്കൂ, ഞാൻ ഇത്ര സമയം കൊണ്ട് ഇത്ര വെയിറ്റ് കുറക്കും എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് അയാൾ ഭക്ഷണം നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാതിരുന്നാൽ വെയിറ്റ് കുറക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ്.